എത്തിയിരിക്കുന്നത് കടവല്ലൂരിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. വളരെയധികം പ്രശസ്തമായ അന്യോന്യം ഈ ക്ഷേത്രത്തിലാണ് നടക്കുന്നത്. നമ്മൾ അന്യോന്യത്തെക്കുറിച്ച് അറിയാത്തത്, എങ്ങനെയാണ് അന്യോന്യം ഉണ്ടായി, അതുപോലെ തന്നെ ആത്മീയമായ കുറച്ച് കാര്യങ്ങളും ഇതിൽ നമ്മൾ പറയുന്നുണ്ട്. ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ 3 എപ്പിസോഡായിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീഡിയോ കാണുക. ഇന്ന് നമ്മൾ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് വന്നത്. കടവല്ലൂർ അന്യോന്യത്തിന്റെ സജീവ പ്രവർത്തകനുണ്ട്, അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്താം. കടവല്ലൂരിൽ ജനിച്ചു വളർന്ന ഒരുപാട് കൊല്ലം എല്ലാത്തിൻ്റെ ഇവരുമായി വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അന്യോന്യം അതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്യോന്യത്തെ പറ്റി 2 വാക്ക് പറയാം. സാറിന്റെ പേരെന്ത്? എൻ്റെ പേര് വാസുദേവൻ. ജോലി ഉണ്ടാകും? ജോലി ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യായിരുന്നു. ഇപ്പോൾ പെൻഷനറാണ്. ഈ അന്യോന്യത്തിന് അതിന്റെ കമ്മിറ്റി അങ്ങനെ? അതെ, കമ്മിറ്റി അംഗമാണ്. മുമ്പ് ഭാരവാഹിയായിരുന്നു. അന്യോന്യ പരിഷത്തിൽ നിന്നാണ് സംഘടന വരുന്നത്. അന്യോന്യ പരിഷത്താണ് അന്യോന്യം. അത് ഈ അമ്പലത്തിന്റെയും കമ്മിറ്റിയുടെ തന്നെ അല്ല, അത് വേറെ. അമ്പലത്തിന് വേറെ കമ്മിറ്റിയാണ്, ക്ഷേത്ര ഉപദേശക സമിതിയുണ്ട്. ഇത് കടവല്ലൂർ അന്യോന്യ പരിഷത്ത്. അതിന്റെ ഭാരവാഹി ആയിരുന്നു, ഇപ്പോഴല്ല. ഇപ്പൊ കമ്മിറ്റി ഇതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ചാത്തനാപ്പ് അച്യുതനുണ്ണിയാണ്. അത് സംസ്കൃത പണ്ഡിതനാണ്, കോളേജ് പ്രിൻസിപ്പാളായിരുന്നു. പിന്നെ മലയാള ഭാഷയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്, ഇംഗ്ലീഷ് ഭാഷയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്, സംസ്കൃതത്തിലും ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. 3 ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അതെ, അങ്ങനത്തെ ആളാണ് ഇതിന്റെ പ്രസിഡന്റ് ചാത്തനാത്ത് അച്യുതനുണ്ണി എന്നാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. എടപ്പാള് ശുഗപുരം എന്നുള്ള സ്ഥലത്താണ് താമസം. അപ്പോൾ അവിടെ വള്ളത്തോൾ വിദ്യാപീഠം കോളേജിന്റെ പ്രിൻസിപ്പാളൊക്കെ ആയിട്ട് പറയുകയാണ്. പിന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പത്രകൽപ്പനായ വ്യക്തിയാണ്. പിന്നെ സെക്രട്ടറി പറഞ്ഞ ആഗോള പ്രസിദ്ധനായ തത്വശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണനമ്പൂരി, അദ്ദേഹമാണ് ഞങ്ങളെ നയിക്കുന്നത്. അതെ, ലോകം അറിയുന്ന വിദഗ്ധനാണ്. ജ്യോതിശാസ്ത്രവും തത്വശാസ്ത്രവും എല്ലാം അറിയുന്ന ആളാണ്. അദ്ദേഹമാണ് സെക്രട്ടറി. പിന്നെ ഖജാൻജി ഇവിടെ ഞങ്ങളുടെ കമ്മിറ്റിൻ്റെ ഒരാളുണ്ടാവും. പിന്നെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വടക്കുംപാട്ട് നാരായണൻ എന്ന് പറയും. അദ്ദേഹം പൊറനാട്ടുകര സംസ്കൃത കോളേജ് പ്രിൻസിപ്പാളായിരുന്നു. അദ്ദേഹം വളരെ സംസ്കൃത പണ്ഡിതനും പിന്നെ ഒരുപാട് മാസികകളുടെ പത്രാധിപരാണ്. വളരെ പ്രശസ്തമായ വ്യക്തിയാണ്. അതെ, ആദ്യം പ്രസിഡന്റ് ആയിരുന്ന മഹാകവി അച്യുതാണ്. അദ്ദേഹം പിന്നെ ദേഹവിയോഗം ചെയ്തപ്പോൾ പിന്നെ ഈ അന്യോന്യത്തിന്റെ ഉത്ഭവത്തിൽ പറയാനും പണ്ട് ഇവിടെ ഇപ്പൊ ഇതൊരു ജനാധിപത്യ സംസ്ഥാനമാണല്ലോ. അതിനുമ്പ് രാജാക്കന്മാരാണ് ഭരിച്ചത്. തിരുവിതാംകൂർ മഹാരാജാവ്, കൊച്ചി മഹാരാജാവ്, കോഴിക്കോട് സാമൂതിരി ഭരണാധാരമാണ്. ഒരു രാജകുടുംബത്തിലും സദസ്സിലും സംസ്കൃത പണ്ഡിതന്മാരുടെ സദസ്സുണ്ടായിരുന്നു. ഓരോ രാജാവിനും. അങ്ങനെ കൊച്ചി രാജാവിന്റെ കീഴിൽ ഒരു സംസ്കൃത പണ്ഡിതന്മാർ ഒരുപാട് ഉണ്ടായിരുന്നു. കോഴിക്കോട് സാമൂതിര കീഴിലുണ്ടായിരുന്നു ഒരുപാട് സദസ്സുകളൊക്കെ നടത്താറുണ്ട്. അങ്ങനെ ഇവര് എന്ത് ചെയ്താൽ കൊച്ചി രാജാവ് എന്ത് ചെയ്താൽ ഒരു സംഘടന രൂപമുണ്ട്. കൊച്ചി രാജാവ് അതിന് ബ്രഹ്മസമ്മടം തൃശ്ശൂർ ബ്രഹ്മസമ്മടം. അപ്പൊ ഈ സംസ്കൃത പണ്ഡിതന്മാരെല്ലാം കൂടി ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ചതിന് ബ്രഹ്മസമ്മടം തൃശ്ശൂർ എന്നുള്ള പേര്. അതെ, അതുപോലെ കോഴിക്കോടുള്ള എത്തിയും സാമൂതിരിമാര് അവിടെ കീഴിലുള്ള ഒരുപാട് സംസ്കൃത പണ്ഡിതന്മാരുണ്ട്. അത് കുറെയൊക്കെ തിരുനാവായ കേന്ദ്രീകരിച്ചാണ്. അവരെല്ലാം കൂടിക്ക് ബ്രഹ്മസമ്മടം തിരുനാവായ എന്ന പേരിൽ ഒരു വ്യത്യാസമുണ്ട്. 2 ഗ്രൂപ്പ്. അപ്പൊ ബ്രഹ്മസമ്മടം തിരുനാവായ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗ്രൂപ്പായി. അത് കോഴിക്കോട് സാമൂതിരി കീഴിൽ. ഇവിടെ ബ്രഹ്മസമ്മടം തൃശ്ശൂര്, അത് കൊച്ചി രാജാവ്. അങ്ങനെ കുറെ സാധ്യത ഇവര് പറഞ്ഞാൽ നമുക്കൊരു മത്സരമായിക്കാണ്. ഋഗ്വേദ പണ്ഡിതന്മാരാണ് അതിലുണ്ടായത്. നമുക്കൊരു മത്സരം സംഘടിപ്പിക്കും. അപ്പൊ ഈ ഋഗ്വേദം എന്ന് പറഞ്ഞാൽ അത്ര 10,000 എത്ര ശ്ലോകങ്ങളുണ്ട്. അതൊക്കെ ഇവര് കാണാപാഠം പഠിച്ച അത്രയും വിദഗ്ധരാണ്. അതിപ്പോ നമ്മളൊന്ന് പറയണം 3568 ശ്ലോകം എന്താന്ന് ചോദിച്ചാൽ അതുപോലും അതേപോലെ പറയുന്ന ഓർമ്മശക്തിയുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഇത്രാമത്തെ ശ്ലോകം എത്ര, അത്രയും കഴിവുള്ള വ്യക്തികളായിരുന്നു. അപ്പൊ മറ്റേ ഗ്രൂപ്പ് ചോദിച്ചാൽ എന്താ അടുത്ത ശ്ലോകം എന്താന്ന് ചോദിച്ചാൽ അതും അറിയാം. അത്ര കഴിവുള്ളവരായിരുന്നു. അങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പൊ കോഴിക്കോട് സാമൂതിരി പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിരുനാവായ അമ്പലവുമായി ബന്ധപ്പെട്ട് അവിടെ കുറേ സംഗീതം നമുക്ക് അവിടെ വെച്ച് നടത്താം.
അപ്പൊ തൃശ്ശൂർ യോഗക്കാർ പറഞ്ഞു ബ്രഹ്മസമ്പത്ത് അയ്യോ അത് കുറെ അകലായി. അതെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ തൃശ്ശൂർ വെച്ചാവാന്ന്. അപ്പൊ ആ മറ്റൊരു സമ്മതിച്ചില്ല, അത് ദൂരം കൊള്ളാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായതായിരുന്നു. ഇവിടെ മുറജപം ഒക്കെ ഉണ്ടായിരുന്നു. മുറജപം ഹോമങ്ങളെല്ലാം നടന്നു. EMS നമ്പൂതിരിപ്പാടൊക്കെ വളരെ കാലം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മുറ ജപത്തിനും. അങ്ങനെ ഇവര് തീരുമാനിച്ചപ്പോ അന്ന് ഒരു കാര്യം ചെയ്യാം, കടവല്ലൂർ നല്ല പ്രസിദ്ധമായ സ്ഥലം, നമുക്ക് കടവല്ലൂരാക്കാം. അപ്പൊ നിങ്ങൾ അവിടെ ഉള്ളവര് കടവല്ലൂർക്ക് വരും, തൃശ്ശൂർ കടവല്ലൂർ. അപ്പൊ രണ്ടാൾക്കും ദൂരം ഒരു മധ്യസ്ഥമായിരുന്നു. അങ്ങനെയാണ് തീരുമാനം. അത് ഒരുപാട് കൊല്ലമായില്ല, ഏകദേശം ഒരു 10-60-70 കൊല്ലം കുറെ മുമ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് കടവല്ലൂർ അന്വേഷണത്തിന്റെ തുടക്കം. അപ്പൊ അന്നെന്താ വെച്ചാൽ ഇവിടെ പാട്ട വ്യവസ്ഥ നിലനിർത്തും, പാട്ടുകൾ. അപ്പൊ അമ്പലത്തിൽ ഇങ്ങനെ 12,000 പറഞ്ഞ കണ്ടമാനം നെല്ലും ഇതൊക്കെ വരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വരുമാനത്തിൽ അങ്ങനെ സുഗമമായി നടന്നിരുന്നു അന്വേഷണം. പിന്നീട് വന്ന അത് ഈ രാജാക്കന്മാരുടെ ഭരണം പോയി ജനാധിപത്യ സംസ്ഥാനം രൂപീകരിച്ചു, ഗവൺമെന്റ് വന്നു. ഗവൺമെന്റ് ഇപ്പൊ ഭൂപരിഷ്കരണമൊക്കെ വന്നു. അപ്പൊ അങ്ങനെ എന്താ വെച്ചാൽ ആൾക്കാർ പാട്ടം കൊടുക്കാതെ അമ്പലത്തിന്റെ വരുമാനം നിലച്ചു. അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്താ ഈ അന്യോന്യം നിന്നുപോയി. എത്ര വർഷം? അത് കുറച്ച് കൊല്ലം, ഏതാണ്ട് ഒരു 10-15 എന്തായാലും നിന്നുണ്ടോ. കാരണം ഈ വരുമാനമായിരുന്നു പ്രധാന കാര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഒരു ഗോപിനാഥൻ എന്ന് പറഞ്ഞ ഒരു ദേവസ്വം ഓഫീസർ ഇവിടെ ചാർജ് എടുത്തു. അപ്പൊ ഗോപിനാഥൻ എന്ന് പറഞ്ഞ ദേവസ്വം ഓഫീസർ ഇവിടെ ചാർജ് എടുത്തപ്പോ അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലായി, മുമ്പ് ഇവിടെ അന്വേഷണം നടന്നിരുന്നതാണ്. അപ്പൊ നമ്മള് കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് കുറെ ചെറുപ്പക്കാരുടെ പിന്നെ രാമനുണ്ടി, ബിജു, അങ്ങനെ ഒരുപാട് പേരെ. അപ്പോ അങ്ങനെ എല്ലാവരും നമുക്ക് രണ്ടാമത് തുടങ്ങിയാലോ എന്നുള്ളത്. അങ്ങനെ അവർ രണ്ടാമത് അന്യോന്യം വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടാമത് 1989 ഒരു പൊതുയോഗം വിളിച്ചു കൂട്ടി. അങ്ങനെ അന്യോന്യ പരിഷത്ത് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് രൂപം. അവിടെ തൊട്ട് പിന്നെ 89 തൊട്ട് അന്യോന്യം നടത്താൻ. അങ്ങനെ 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇതിന്റെ നല്ല നേതൃത്വം വേണം എന്നാണ് മഹാകവി അക്കിത്തത്തെ സമീപിച്ചു. അദ്ദേഹം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു പ്രസിഡന്റ് സ്ഥാനം. അതുപോലെ കാണിപ്പൂർ കൃഷ്ണൻ സെക്രട്ടറി സ്ഥാനം. ഒരു 2-3 കൊല്ലം ഉണ്ടായിരുന്നില്ല. പിന്നീട് കമ്മിറ്റി കൂടി നല്ല നമുക്ക് ഇതിനൊന്നുകൂടി സസ്യഭാഗം നല്ല സംഘടനകൾ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ അവർ സമീപിച്ചു. അവർ വളരെ സന്തോഷത്തോടു കൂടി ആ പദവി ഏറ്റെടുത്തു. അങ്ങനെ മഹാകവി അക്കിത്തം പ്രസിഡന്റ്, കാണിപ്പൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് സെക്രട്ടറി, ചാത്തനാദാസ് നന്ദി പ്രൊഫസർ ഡോക്ടർ വൈസ് പ്രസിഡന്റ്, അങ്ങനെ ജോയിന്റ് സെക്രട്ടറി, കലാന്തികളുടെ ഭാരവാഹികൾ ഈ അന്വേഷണം വീണ്ടും സജീവമായി തുടങ്ങി. അപ്പൊ ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ 10 ദിവസം നടന്നത്. 10 ദിവസം എന്ന് പറഞ്ഞാൽ 8 ദിവസം ഋഗ്വേദം, 2 ദിവസം, ഒരു ദിവസം യജുർവേദം, ഒരു ദിവസം സാമവേദം, ഇങ്ങനെ 10 ദിവസം ഋഗ്വേദം. അത് സന്ധ്യയാണ് വാരരിക്കുക. അതിനുശേഷം അന്യോന്യം മുഖാമുഖം ഇരുന്ന് അവര് ഓരോരുത്തരുള്ള ചില മുദ്ര കൊടുത്ത് അതിനനുസരിച്ച് ശ്ലോകം ചൊല്ലുക. അത് ഏകദേശം ഒരു 2 മണിക്കൂറുണ്ടോ അവരങ്ങനെ. അത് ഏകദേശം ഓരോ ഗ്രൂപ്പിൽ ഒരു 15 ആളുണ്ടാവും, 10-15. അവരിങ്ങനെ മാറി മാറി. ഇതിപ്പോ തൃശ്ശൂരും കോഴിക്കോട് മാത്രം, തൃശ്ശൂരും തിരുനാവായ, തൃശ്ശൂർ യോഗം തിരുനാവായ, വേറെ ഒന്നുമില്ല. ഈ 2 യോഗങ്ങൾ കൂടെ ഉള്ളൂ. അതില് നമ്മുടെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഓരോ യോഗത്തിൽ ആൾക്കാര് ഉണ്ടാവില്ല. അത് മിക്കവാറും ഇപ്പൊ തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, പിന്നെ എറണാകുളം ജില്ല ഇങ്ങനെ അതിനപ്പുറത്ത് തെക്കുന്നില്ല. അത് പിന്നെ എന്താ തിരുവിതാംകൂർ വേറെ എന്തോ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇതേപോലെ നമ്മുടെ സ്ഥലത്തിന്റെ. അതെ. അപ്പൊ ഇവിടെ അധികമുള്ളവരും മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ല. അങ്ങനെ ഏറ്റവും പ്രാഗൽഭ്യം കഴിഞ്ഞിട്ട് കടന്നിരിക്കുക എന്നുള്ളൊരു ഡിഗ്രി ഉണ്ട്. അതിപ്പോ ഇന്നത്തെ നോക്കുമ്പോ നമ്മള് DA, MA, ഡോക്ടറേറ്റ് എടുക്കാന്ന് പറയും. ആ ഡോക്ടറേറ്റ് എടുക്കുന്നതിന് സഭ അത് ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് മണ്ണൂർ ശ്രീ ജാതവേദൻ നമ്പൂതിരിപ്പാട്. അതിപ്പോ ആരോഗ്യം കൊല്ലം വന്നിട്ടില്ല. ആള് ഇവിടെ ഈ വടക്കേക്കാട് ഭാഗം, തൃശ്ശൂർ ജില്ല, മണ്ണൂർ തൃശ്ശൂർ ജില്ല, വടക്കേക്കാട് പുണ്യ. അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്, പക്ഷെ അനാരോഗ്യകാലം കൊല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്.
എല്ലാവരും തന്നെ നല്ല വിദ്യാഭ്യാസപരമായിട്ടും മറ്റെല്ലാവരും നല്ല ഉയർന്ന പ്രവർത്തകരാണ്. സ്ഥാനത്തിരുന്നവരും പ്രവർത്തിക്കുന്നവരാണ്. ഒരാൾ പിന്നെ IFS ഒക്കെ ഇരുന്നത് റിട്ടയർഡാണ്. കോതമംഗലം വാസുദേവൻ. അപ്പൊ ഈ അന്യോന്യത്തോടനുബന്ധിച്ച് കലാപരിപാടികള്, ക്ഷേത്രങ്ങളില്, സെമിനാറുകള്, അങ്ങനെ എല്ലാം ഉണ്ടോ. കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഈ അന്യോന്യം എത്ര മണിക്ക് തുടങ്ങുക? കാലത്താണോ? അല്ല, അന്യോന്യം സന്ധ്യകളാണ്. വാരമിരിക്കാന്ന്. സന്ധ്യക്ക് എത്ര? സന്ധ്യക്ക് 6:30 എത്ര മണി വരെ? അത് നമ്മൾ ദീപാരാധന കഴിഞ്ഞാൽ 6 തൊട്ട് വാരം ഇരിക്കാന്ന്. അത് ഏകദേശം 1 മണിക്കൂറുണ്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ 2 ഗ്രൂപ്പായിട്ട് അന്യോന്യം ശരിക്കും മനസ്സിലാവും. ആ സമയത്ത് നിശബ്ദമായിരിക്കണം. ആരും സംസാരിക്കാൻ പാടില്ല. വളരെ നിശബ്ദമായിട്ട് കാണണം. പണ്ട് കാലത്ത് വേറെ നമ്പൂതിരിമാര് ഒഴികെ വേറെ ആരും കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. അതായിരുന്നു പണ്ടത്തെ ചിട്ട. അന്നാർക്കും അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ നമ്പൂതിരിമാര് മാത്രം അവർ ചൊല്ലിയ കേൾക്കാൻ ആസ്വദിക്കാത്തിലുണ്ടായിരുന്നു. മറ്റുള്ളവരെ തടഞ്ഞു. പിന്നെ നമ്മള് ജനാധിപത്യം പിന്നെ ജനാധിപത്യത്തിന് 89 അത് പുനരുജ്ജീവിച്ചപ്പോ പിന്നെ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ വേദജ്ഞരോട് പറഞ്ഞിങ്ങനെ. അപ്പൊ അവര് അതിന് സമ്മതിച്ചു. അപ്പൊ ഇപ്പോഴത്തെ രസം എന്താ വെച്ചാൽ നമ്മള് നിശബ്ദമായിരിക്കും. ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സംസ്കൃതമാണ്. പിന്നെ നമുക്ക് വേദങ്ങൾ അറിയുന്നില്ല. അത് ഇന്ദ്രൻ, വരുണൻ, അങ്ങനെ ദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങളാണ്. ഹിന്ദുക്കളിലെ പലർക്കും വേദങ്ങൾ ആർക്കും ഗ്രാഹ്യമില്ല. ആർക്കും ഗ്രാഹ്യമില്ല. സംസ്കൃതം കുറച്ചു പേര് മാത്രം സംസ്കൃതം പഠിച്ചിട്ട് അതിനോട് താല്പര്യം മാത്രം മുന്നോട്ട് പോകുന്നുള്ളൂ. അതെ, അങ്ങനെ പണ്ട് തൊട്ടേ ഒരു പഴഞ്ചൊല്ലുണ്ട്. കാരണം അന്യമാസ്ത്ര അന്ന് ജാതിക്കാര് ഇങ്ങനെ വേദം പഠിക്കാൻ പാടില്ല. അങ്ങനെ അവർ പഠിക്കുകയാണെങ്കിൽ അവരെ ശരിയിൽ ഈയം മുറിക്ക് വയ്ക്കണം. അതെന്താ വെച്ചാൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ട ഈയം മുറിക്ക് വയ്ക്കുക അവരെ ശിക്ഷിക്കണം എന്നുള്ള ഹിംസാത്മകമായ ഒരു പ്രയോഗം അല്ലാതെ. കാരണം ഈ വേദം ആലപിച്ചാൽ, സംസ്കൃതം ആലപിച്ചാൽ സാധാരണ ആർക്കും മനസ്സിലാവില്ല. താഴെക്കടലുകൾക്ക് സംസ്കൃതം അറിയില്ല, വേദം ഒന്നും അറിയില്ല. അല്ലെ, നമ്മളതിനെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇല്ല, പിന്നെ അവര് പഠിക്കാനും പാടില്ല, പഠിപ്പിക്കുന്നുമില്ല. അഥവാ പഠിപ്പിച്ചാൽ തന്നെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർ ചെവിയിൽ പോവില്ല. അപ്പൊ അങ്ങനത്തെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചാൽ പോലും ഈ വേദം അവർക്ക് മനസ്സിലാവില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനെ ചൊല്ലി. അല്ലാതെ അവരെ ഹിംസാത്മകമല്ല, അവരെ ശിക്ഷിക്കണം. പക്ഷേ നമ്മളൊക്കെ ഈ രീതിയിലല്ല, മാറും രീതിയിലാണ്. അത് ഇവര് നമ്മളിൽ നിന്ന് ഈ വേദങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടിട്ട് കൊണ്ടുവന്നൊരു സിസ്റ്റമായിട്ടാണ് നമുക്ക്. അത് അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അന്ന് ഐക്യം നിലനിന്നിരുന്നത്, അമ്പലത്തിൽ പ്രവേശനം ഇല്ല, അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ എല്ലാവരും മാറ്റി നിർത്തിയതാണ്. ഇന്നിപ്പോ അത് പ്രായോഗികമല്ല. അപ്പൊ കുറച്ചൊക്കെ അവരും അതിന് വഴങ്ങി. അതെ, ഇപ്പോഴും പിന്നെ ജാതി മത ഭേദം ആർക്കും വേണ്ടി വേദം പഠിപ്പിക്കാം. തൃശ്ശൂർ പഠിപ്പിക്കുന്നുണ്ട്. തൃശ്ശൂർ ബ്രഹ്മസംബളം എല്ലാവർക്കും പഠിക്കാം. നമ്മുടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമൻ. അത് അതിനെ പ്രതിഷ്ഠയെ പറ്റി പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ വിഷ്ണുവാണ്, മഹാവിഷ്ണുവിനെയാണ് പ്രതിഷ്ഠ. അതെ, ചതുർഭുജാണ്, 4 കൈയാണ്, മഹാവിഷ്ണുവാണ്. അപ്പൊ ഇതിന്റെ ഐതിഹ്യം എന്താ വെച്ചാൽ, പിന്നെ ശ്രീരാമന്റെ കാലത്ത് രാവണ യുദ്ധം കഴിഞ്ഞു, രാവണനെ നിഗ്രഹിച്ചു. അതിനുശേഷം പിന്നെ രാവണന്റെ സഹോദരനായ വിഭീഷണൻ ശ്രീരാമന്റെ കൂടെയാണ്. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞാൽ എല്ലാം തിരിയേണ്ട സമയമായി. തിരിയേണ്ട സമയപ്പോ വിഭീഷണനും നല്ല പ്രയാസം വന്നു, ശ്രീരാമന് തിരിയണ്ടേ എന്ന് വിചാരിച്ചു. അപ്പൊ വിഭീഷണൻ പറഞ്ഞു, എനിക്ക് അങ്ങയെ ഓർമ്മിക്കാൻ എന്തെങ്കിലും ഒരു അങ്ങനെ വിഗ്രഹം എന്തെങ്കിലും ഓർമ്മിക്കാൻ ഒരു വസ്തു തരണമെന്നു. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു, ഞാനിപ്പോ എന്താ തരിക, ഒന്നുമില്ലാതെ. അപ്പോഴാണ് ശ്രീരാമൻ ഓർമ്മത് ദശരഥന്റെ കൈകളുള്ള ഒരു മഹാവിഷ്ണുവിന്റെ വിഗ്രഹം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം എടുത്തിട്ട് വിഭീഷണന്റെ കയ്യിൽ കൊടുത്തു. ഇത് ഞാനാന്ന് വിചാരിച്ച് നീ ആരാധിച്ച് പോയിരുന്നു. അങ്ങനെ വിഭീഷണൻ കൊടുത്ത വിഗ്രഹമാണ് അത്, മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ്. വിഭീഷണൻ അതിനെ ശ്രീരാമൻ എന്ന് സങ്കല്പിച്ച് ആരാധിച്ചു. ആ വിഭീഷണൻ പിന്നെ ഏതോ ഒരു സന്ദർഭം വന്നപ്പോൾ ഭീമന്റെ മകനായ കടോൽഖജനോട് ഈ വിഗ്രഹം കടോൽഖജന് കൈമാറി. അങ്ങനെ ആ വിഗ്രഹം കൊണ്ട് കടോൽഖജൻ വന്ന് സഞ്ചരിക്കുന്ന നേരത്താണ് ഈ കടവല്ലൂർ എന്ന സ്ഥലത്ത് വന്ന് വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുക. അങ്ങനെ പ്രതിഷ്ഠ അഴിച്ചിട്ട് അമ്പലം ഉണ്ടാക്കി വഴിയില്ലായി. അപ്പോൾ ആ കടോൽഖജൻ വിഗ്രഹം ഇവിടെ സ്ഥാപിച്ച കാരണം ആ സ്ഥലത്തിന് കടോൽഖജപുരം
അതാണ് യഥാർത്ഥത്തിൽ ഘടോത്കചപുരം. ഈ ഘടോത്കചപുരം എന്ന് പറഞ്ഞ കടവുകളിൽ